അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ സ്വയം മനസ്സിലേക്ക് ഒന്ന് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്, റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. മഹാനായ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത്, നമ്മൾ ഉദ്ദേശിച്ചാലും നമ്മൾ ഉദ്ദേശിച്ചില്ലെങ്കിലും നമ്മൾ നന്മയുടെ വഴിയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മൾ അറിയാതെ ഇതുപോലത്തെ നല്ല ക്ലാസ്സുകളിലേക്ക് നമ്മൾ എത്തിപ്പെടും. നമുക്ക് നിസ്കാരത്തോടൊരു താല്പര്യം വരും, നോമ്പനുഷ്ഠിക്കുന്നതിനോടൊരു താല്പര്യം വരും, ഹറാമുകളോടൊരു വെറുപ്പ് വരും. ഖൽബ് നമ്മൾ അറിയാതെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. അത് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളാണ്. അള്ളാഹുവിന് നമ്മളോട് കോപമുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മൾ തെറ്റുകളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. നമുക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ നിസ്കരിക്കാൻ കഴിയുന്നില്ല. സ്വലാത്ത് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാകും, സ്വലാത്ത് എല്ലാം പറ്റുന്നില്ല. നമുക്ക് നല്ല വഴിയിലേക്ക് സഞ്ചരിക്കണം, നല്ല ക്ലാസ്സുകളിലേക്ക് വരണം, ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം എന്നൊക്കെ ആ ഖൽബിനുള്ളിൽ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ അതൊന്നും കഴിയുന്നില്ല. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുമായിട്ട് നമ്മൾ അകന്നു പോവുകയാണ്. അള്ളാഹുവിൻ്റെ കോപത്തിന് നമ്മൾ അർഹരായിരിക്കുകയാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരകളായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിതിൽ ഏതാണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് വിചിന്തനം നടത്തണം. അള്ളാഹു സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാണോ, അള്ളാഹു തആല കോപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഒരു വിചിന്തനം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്.